ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 2 സാരികളാണ്. അപ്പോൾ ഈ സാരികൾ ഞാൻ വാങ്ങിയത് മിന്ത്രയിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് സാരി നമുക്ക് നോക്കാം. ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സാരി വരുന്നത്. അപ്പം നമുക്ക് കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫാൻസി ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ ബോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ബോർഡേഴ്സാണ് വരുന്നത്. പിന്നെ ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പം സ്ട്രൈപ്സ് ആണ് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ട്രൈപ്സ് ആണ് ഈ ഒരു സാരിയുടെ ഡിസൈൻ വരുന്നത്. പിന്നെ ബോർഡേഴ്സിൽ ഇങ്ങനെ സാരി ബോർഡേഴ്സും വരും. 5.5 മീറ്റേഴ്സ് ആണ് ഈ ഒരു സാരീൻ്റെ ലെങ്ത്ത് വരുന്നത്. ആൻഡ് ഒരു 0.8 മീറ്റേഴ്സ് ബ്ലൗസ് പീസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. 1.06 മീറ്റേഴ്സാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഒരു വോവൻ ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇത് ഈ ഒരു സാരിയുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. കാരണം ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ ഒരു നമുക്കങ്ങനെ ഒട്ടിക്കിടന്നോളും, നല്ല ഷേപ്പിന് തന്നെ കിടന്നോളും. അങ്ങനെ പാറി നിൽക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാത്ത അടങ്ങി നിൽക്കാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലേ അല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലേ അല്ല ഈ ഒരു സാരി. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാരി തന്നെയാണ്. പിന്നെ റേറ്റ് ഒരു 900 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പം ആ ഒരു റേറ്റിന് ഈ സാരി വേർത്തിട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാരീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സാരീൻ്റെ കൂടെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പം സൈറ്റിൽ കാണുന്ന ബ്ലൗസ് പീസ് ജസ്റ്റ് മോഡൽ ഇട്ടതാണ്. ആ ഒരു ബ്ലൗസ് പീസ് അല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഓവറോൾ ഇങ്ങനെ നല്ല ഷേപ്പിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാരി തന്നെയാണ്. നെക്സ്റ്റ് വൺ ഓൾസോ ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സാരിയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ്. സെക്വിൻ എംബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടി സാരിയാണ് ഇത്. അപ്പം കലിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 മീറ്ററാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ കൂടി അവൈലബിൾ ആണ് 0.8 മീറ്റേഴ്സ്. അപ്പം 1.05 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സാരി വാങ്ങുന്ന സമയത്ത് ഈ ഡയമെൻഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കാരണം ചില സമയത്ത് ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് വളരെ ചെറിയ സാരിയായിട്ടൊക്കെ തോന്നും. അപ്പോൾ നല്ലപോലെ മീറ്റേഴ്സൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങാം. പിന്നെ ഈ ഒരു സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടത്താണേലും അല്ലെങ്കിൽ ഡേ ലൈറ്റ് ആണെങ്കിലും എപ്പോൾ വേണേലും വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. ബോർഡേഴ്സ് ഒന്നുമില്ല, ഇങ്ങനെ സെക്വൻ എംബ്ലിഷ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീൽ കളറാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഒരു മിക്സഡ് ആയിട്ടുള്ള കളറാണ്. അതായത് ഈ ഒരു ടീൽ ബ്ലൂ കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 3 ഷെയ്ഡ്സാണ് ടോട്ടലി വരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് ടീലല്ലാതെ ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, റെഡ് കളേഴ്സ്, മെറൂൺ കളേഴ്സ്, പിൾ കളർ, ഗ്രീൻ കളർ, ഗ്രേ കളർ, അങ്ങനെ പല കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ്. ഓരോന്നും നല്ല കമ്പൈൻഡ് ആയിട്ടാണ്. അതൊരു സെയിം കളേഴ്സ് ത്രൂ ഔട്ട് ആയിട്ടല്ല. പിന്നെ ഇതിനകത്തെ സെക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കളറാണ് വരുന്നത്. പക്ഷേ സ്റ്റിൽ ഷൈൻ ചെയ്യുമ്പോൾ പല കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാം, അല്ലെങ്കിൽ കാഷ്വലി നമുക്കിപ്പോൾ അധികവും ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റും. വളരെ ഒതുങ്ങി കിടക്കുന്ന ഷേപ്പിന് കിടക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3999 റുപ്പീസാണ്. സിൽക്ക് ബ്ലെൻഡാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബ്ലൗസ് പീസ് സാറ്റിൻ മെറ്റീരിയലാണ് വരുന്നത്. അപ്പം നോക്കുവാണെങ്കിൽ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അങ്ങനെ അത്ര ട്രാൻസ്പെറൻ്റേ അല്ല, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബോർഡേഴ്സ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ടാസൽസ് പോലെ ഇങ്ങനെ ഒരു ബോർഡേഴ്സും കൂടി സാരിക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സാരിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ പോർഷനാണ് നല്ല ഡാർക്ക് ബ്ലൂ കളർ വരുന്നത്. മേലോട്ട് വരുമ്പം ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ ഒരു ബ്ലെൻഡായിട്ട് കിടക്കുന്നൊരു ഡിസൈനാണ്. നമുക്ക് ആ ഒരു കളറിൻ്റെ വേരിയേഷൻസ് അങ്ങനെ എടുത്ത് മനസ്സിലാവില്ല. ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ലപോലെ ബ്ലെൻഡായിട്ടാണ് അതിൻ്റെ കളർ കിടക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 3 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ടോപ്പിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറായിരിക്കും. പിന്നെ അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. നടുക്കെത്തുമ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും നോക്കുകയാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്. അപ്പം നമ്മൾ മേലെ ബ്ലൗസിൻ്റെ ഒക്കെ ആ ഒരു പോർഷനിലായിരിക്കും ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളർ വരിക. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.